നമസ്കാരം. ഇറാന്റെ 3 ആണവ നിലയങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതായിട്ടാണ് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത്. ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന ഭീകരമായ സാധനം അങ്ങ് 50,000 അടി മുകളിൽ നിന്നും ഇറാന്റെ ആണവ നിലയങ്ങളിലേക്ക് ഇട്ട് ഭൂഗർഭ അറകളിൽ അവർ വികസിപ്പിച്ചിരുന്ന ആണവ നിലയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകലതും തകർത്ത് നശിപ്പിച്ച് തരിപ്പണമാക്കിയെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇതോടെ ഇറാന്റെ ആണവ ഭീഷണി അവസാനിച്ചു. അമേരിക്ക ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം തീർത്തു. അങ്ങനെ വളരെ വലിയ ഒരു വിജയം നേടിയിരിക്കുകയാണ് അമേരിക്ക എന്ന് നമ്മുടെ ട്രംപ് അണ്ണൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ വളരെ വലിയൊരു പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്നത് IAEA എന്ന് പറയുന്ന സംഘടന, അതായത് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി IAEA, അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ആക്രമിച്ചു എന്ന് പറയുന്ന ആണവ നിലയങ്ങളുടെ അടുത്തങ്ങും യാതൊരു തരത്തിലുള്ള റേഡിയേഷനും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതുകൂടാതെ കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ എന്നീ 3 രാജ്യങ്ങളും ആ ഏരിയയിലെങ്ങും അസാധാരണമായ തരത്തിലുള്ള റേഡിയേഷൻ അനുഭവപ്പെടുന്നില്ല എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ IAEAയും ഈ 3 ഗൾഫ് രാജ്യങ്ങളും അമേരിക്ക ആക്രമണം നടത്തി ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തു എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് ഇതാണ്. ഇറാൻ പറയുന്ന കാര്യമല്ല, ഞാൻ പറയുന്ന കാര്യമല്ല. അപ്പോൾ ഈ അമേരിക്ക എന്ത് സംഗതിയാണ് അവിടെ ചെയ്തത്? യഥാർത്ഥത്തിൽ ഇവർ അവിടെ എന്തെങ്കിലും ആക്രമണം നടത്തിയോ? നമ്മളെല്ലാവരും ഇന്നത്തെ പത്രങ്ങളുടെയൊക്കെ പ്രധാന പേജിൽ വളരെ വിശാലമായിട്ട് അതേക്കുറിച്ചുള്ള വിവരണങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിവിധ പത്രങ്ങൾ, അതായത് ലോകത്തിറങ്ങുന്ന വിവിധ പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും വന്നിരിക്കുന്നത് ഒരേ വിവരമാണ്, ഒരേ ചിത്രങ്ങൾ. ട്രംപ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്ങാണ്ടോട്ട് അത് ഇറാനിൽ പോയ യുദ്ധവിമാനങ്ങളെ അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫോട്ടോ ഉണ്ട്. അതുകൂടാതെ ഈ ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതേക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അമേരിക്ക അവരുടെ പ്രധാനപ്പെട്ട പ്രസ്സുകൾ കൊടുത്ത് അവരവിടെ നിന്നും നമ്മുടെ രാജ്യത്തേക്കും വിവിധ രാജ്യങ്ങളിലേക്കും അയച്ചു കൊടുത്ത് അവരത് പ്രിന്റ് ചെയ്ത് 1ാമത്തെ പേജിൽ ഇട്ടിട്ടുണ്ട്. ഈ പ്രിന്റ് ചെയ്തുന്ന പത്രത്തിൽ ഒരു ഏജന്റ് പോലും അല്ലെങ്കിൽ അവരുടെ ഒരു കറസ്പോണ്ടന്റ് പോലും ഈ നടന്ന സംഭവം നേരിട്ട് കണ്ടിട്ടില്ല. അതായത് അമേരിക്ക ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അവർക്കാരും എഴുതി കൊടുത്തത് അവർ പ്രിന്റ് ചെയ്ത് ഇട്ടതല്ലാതെ അവരാരും അത് നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകളിൽ പലതിൽ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ എങ്ങ് റേഡിയേഷൻ ഇല്ല എന്നുള്ള IAEAയുടെ കൺഫർമേഷൻ, കുവൈറ്റിൻ്റെയും സൗദിയുടെയും ഖത്തറിൻ്റെയും കൺഫർമേഷൻ. അതുകൂടാതെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു വാർത്ത, അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ആക്രമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർ തരുന്ന വിവരങ്ങൾ മാത്രമാണ്. അപ്പോൾ എന്തിനായിക്കോട്ടെ, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകളിൽ ചിലത്, ഒന്ന്, അമേരിക്ക ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇറാനെ അറിയിച്ചിരുന്നു എന്നാണ്. അതായത് ഇറാനോട് പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നുണ്ട്. അങ്ങനെ അമേരിക്ക ഇറാനോട് പറയണമെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിൻ്റെ കാരണം ഇതാണ്: അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ വെടിവെച്ചിടരുത്, ഇത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കുറേ യഹൂദന്മാർ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് എന്നെ നിർബന്ധിക്കുകയാണ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും. അപ്പം ഞാനങ്ങോട്ട് 2-3 വിമാനം വിടും. ആ വിമാനം അകത്ത് കയറിയിട്ട് തിരിച്ചു പോകുന്നോളൂ, നിങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പ് സംഭവിക്കത്തില്ല, ദൈവത്തെ ഓർത്ത് എന്നെ നാണം കെടുത്തരുത്, ആ വിമാനങ്ങൾ വെടിവെച്ചിടരുത് എന്ന് പറയാനാണ് അമേരിക്ക ഇറാനെ വിളിച്ചതും ഇറാനെ മുൻകൂറായിട്ട് അറിയിച്ചത്. പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, അമേരിക്കയുടെ ആക്രമണത്തിന് മുമ്പ് ആണവ നിലയത്തിൻ്റെ അവിടെ നിന്ന് ട്രക്കിൽ എന്തൊക്കെയോ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ടാണ്. അതായത് അവിടെ നിന്ന് യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം അവർ മാറ്റുന്നു. അമേരിക്കയുടെ നാടകം കഴിഞ്ഞ ശേഷം വീണ്ടും അത് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പം അതുവരെ ആ സാധനം ട്രക്കിലിരിക്കും. അങ്ങനെയും ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ തന്നെ പറയുന്നു, ഞങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടില്ല, അവിടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, ആണവ ലീക്ക്, അതായത് ആണവ വികിരണം ഉണ്ടായിട്ടില്ല എന്ന് IAEAയും ഗൾഫ് രാജ്യങ്ങളും പറയുന്നു. അമേരിക്ക മാത്രമാണ് അവകാശപ്പെടുന്നത് ഞങ്ങൾ ഇറാന്റെ ആണവശേഷിയെ തകർത്തുവെന്ന്. ഇറാൻ തങ്ങളുടെ ആണവ പരിപാടിയുമായിട്ട് മുമ്പോട്ട് പോകും എന്ന് ഈ സംഭവം നടന്ന് കഴിഞ്ഞ ഉടൻ തന്നെ പറയണമെങ്കിൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അഥവാ ഇനിയിപ്പോൾ അമേരിക്ക പറയുന്നത് പോലെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് ഇവിടെയെങ്ങും ആയിരിക്കില്ല. അവർക്ക് വേറെ പല കേന്ദ്രങ്ങൾ കാണും. അവയെക്കുറിച്ച് IAEAയ്ക്ക് പോലും അറിവും കാണില്ല. എന്ത് തന്നെയായാലും ശരി, നമ്മളിവിടെ കാണുന്നത്
വളരെ വലിയ ഒരു നാണക്കേടിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കാനുള്ള അമേരിക്കയുടെ വിഫലമായ ശ്രമമാണ്. അതാണ് ഇതിന്റെ ആകത്തുക. ഇറാനിലേക്ക് കയറി അവിടെ തീവ്രവാദം നടത്തി, അതായത് മൊസാദ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘടനയാണ്, ഇന്റലിജൻസ് ഏജൻസി ഒന്നുമല്ല. ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ തങ്ങളുടെ ചാരന്മാരെ വിട്ട് രഹസ്യമായിട്ട് അവിടെ ആരെങ്കിലും കൊലപ്പെടുത്തുക, ഇതാണ് അവരുടെ പണി. ശരിക്കും കൂലിക്കൊലയാളികൾ ചെയ്യുന്ന പണി അല്ലെങ്കിൽ തീവ്രവാദികൾ ചെയ്യുന്ന പണിയാണ്. അപ്പോൾ അക്കാര്യത്തിൽ അവർ എക്സ്പേർട്സ് ആണ്. അവർ ഇറാനിൽ കയറി അങ്ങനെ കുറെ ആൾക്കാരെ കൊലപ്പെടുത്തി. പക്ഷേ ഇറാൻ സൈനികമായിട്ട് തിരിച്ചടി തുടങ്ങിയപ്പോൾ ഇസ്രായേലിന്റെ അടപ്പ് തെറ്റി തെറിച്ചു പോയ നമ്മൾ കണ്ടതാണ്. ഇസ്രായേലിന്റെ അയൺ ഡോമും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ ഇറാൻ ആക്രമണത്തിന് മുമ്പിൽ വെറും നോക്കികുത്തുകളായി പോയി. ഇസ്രായേലിലെ ജനങ്ങൾ മുഴുവൻ ബങ്കറുകളിൽ തുടർച്ചയായിട്ട് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അവരുടെ രാജ്യത്തെ നിരവധി കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി. അവരുടെ ഒരു ഓയിൽ റിഫൈനറി കത്തി. പറഞ്ഞുകൂടാ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് നാശനഷ്ടങ്ങൾ, അതായത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്തത്ര നാശനഷ്ടങ്ങൾ ഇറാൻ ഇവിടെ ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്നും തടിയൂരാനായിട്ട് നെതന്യാഹു ശ്രമിക്കുമ്പോൾ നെതന്യാഹു നാണം കെട്ട് പിന്മാറുകയാണ് എന്ന് മനസ്സിലാക്കി അമേരിക്ക. അതായത് നെതന്യാഹു പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് ഓർമ്മ കാണും, ഈ യുദ്ധം കുറെ ഏറെക്കാലം നീണ്ടുപോകും, വി ആർ പ്രിപ്പയറിംഗ് ഫോർ എ പ്രൊലോങ്ഡ് വാർ എന്നാണ് അതിയാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കയറി ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഇറാനെ അങ്ങ് ഇല്ലാതാക്കും, ഞങ്ങൾ ഗാസയിൽ കയറി ചെയ്തതുപോലെ ഇറാനിലും ചെയ്യും എന്ന് പറഞ്ഞ് കയറിയ നെതന്യാഹു കാണുന്നത് ഇറാൻ കയറി അവരുടെ രാജ്യത്ത് മേയുന്നതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസ പോലെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന കയ്യിൽ ആയുധമൊന്നുമില്ലാത്ത പാവപ്പെട്ട പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് ലോകം മൊത്തം തിരിച്ചറിഞ്ഞു എന്നതാണ് ഇപ്പോൾ നടന്ന ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. അതേപോലെ തന്നെ അവർ കൊട്ടിഘോഷിച്ച അയൺ ഡോമും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റവും അമേരിക്ക അവർക്ക് കൊടുത്ത എയർ ഡിഫൻസ് സിസ്റ്റവും എല്ലാം തന്നെ ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല എന്നും സകല ലോകവും തിരിച്ചറിഞ്ഞു. ഇതിനെല്ലാം ഭേദിച്ചുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് ചെന്ന് അവിടെ സർവനാശം ഇപ്പോഴും വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ സാധാരണ മട്ടിൽ ഇറാൻ പേടിച്ച് ആക്രമണം നിർത്തി ഓടിക്കളയും എന്നാണ് ഇസ്രായേലിന്റെ ഇവിടെയുള്ള ഭക്തന്മാർ പറഞ്ഞതും ചിന്തിച്ചത്. പക്ഷെ നമ്മൾ കണ്ടത് എന്താണ്? അമേരിക്ക ആക്രമിച്ചു എന്നവർ പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ ഒരു സെക്കൻഡ് പോലും താമസിച്ചില്ല ഇറാനിൽ നിന്നും മിസൈലുകൾ പൊങ്ങി. അവ വന്ന് ഇസ്രായേലിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നാശം വിതച്ചു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഇന്നത്തെ ദിവസം, അതായത് തിങ്കളാഴ്ച ഇസ്രായേലിൽ നിന്ന് ഫ്ലൈറ്റ് സർവീസ് ആരംഭിക്കുമെന്ന് ഒരു ഗീർവാണം നെതന്യാഹുവും അവരുടെ സർക്കാരും അടിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അനിശ്ചിത കാലത്തേക്ക് അവർ എയർ സ്പേസ് അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറാനിൽ നിന്നും തുരുതുര മിസൈലുകൾ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കാണും വല്ല ഫ്ലൈറ്റും പൊങ്ങിക്കഴിഞ്ഞാൽ പൊങ്ങിയ ഫ്ലൈറ്റും കാണില്ല, അതിലുള്ള ആൾക്കാരും കാണില്ല. അപ്പോൾ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളെ പോലെ മണ്ണിനടിയിൽ കഴിയുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇസ്രായേലിന്റെ ഈ നാണം കെട്ട തോൽവിക്ക് ഒരു വിജയത്തിന്റെ മുഖം നൽകാൻ വേണ്ടി ഇറാന്റെ കാല് പിടിച്ച് ഇറാനോട് അപേക്ഷിച്ചിട്ട് ട്രംപ് നടത്തിയ ഒരു ഡ്രാമ മാത്രമാണ് നമ്മളിപ്പോൾ കേട്ട ഈ ആക്രമണം. അവർ യഥാർത്ഥത്തിൽ ഒരു ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഇറാനിൽ അണുവികിരണം ഉണ്ടാകുമായിരുന്നു, അത് IAEA സ്ഥിരീകരിക്കുമായിരുന്നു. എന്നാൽ ഇറാനിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലാണ്. ഇസ്രായേലിന്റെ ഭാവി എന്താകും എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ശരി, ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ഡ്രാമ കളിക്കുന്ന ഒരു വലിയ ആർട്ടിസ്റ്റായിട്ട് നമ്മുടെ ട്രംപ് അണ്ണൻ മാറിയിരിക്കുകയാണ്.